ഒലക്കയുടെ മൂഡ്. ഒലക്കയുടെ മൂഡ്. എന്റെ പാറു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നമ്മളിപ്പം ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കാണ്. അതെ, പറയട്ടെ. അതായത് ടെക്നിക്കലി നമ്മൾ 220 എപ്പിസോഡ് കഴിഞ്ഞു. ഈ ഒരു മാറ്റവും ഇല്ലാതെയുള്ള നിന്റെ ആങ്കറിങ്, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ജഡ്ജസ്, കുട്ടികൾ ഒന്ന് മാറ്റി പിടിച്ചോടെ പാറു. ജനങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഞാൻ ആദ്യം തന്നെ വന്ന് ആങ്കർ ചെയ്യുന്നതാണോ ഷാനിക്കയുടെ പ്രശ്നം? എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കുട്ടികളുടെ പാട്ടും കഴിഞ്ഞ് ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇൻട്രോ പറയാം. ഇത് മാറ്റി പഠിക്കേണ്ട ഒരു സമയമായി പാറു. ഇത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിട്ട് നിനക്ക് യാതൊരു മാറ്റം ഇല്ല എന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. അത്രയ്ക്ക് ചേഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇത്ര നാൾ ഇങ്ങനെ തന്നെ ഞാൻ ഈ ഷോ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയത്. ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിക്കാൻ അറിയെങ്കിൽ ഇനി ഇതും കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഒലക്കയുടെ മൂട് കൊണ്ട് വന്നേക്കോ. നമ്മൾ ട്രാക്ക് മാറ്റും. പോലീസെടുത്ത് ഈ പെണ്ണിന്റെ ട്രാക്ക് മാറ്റും. പോലീസരത്തെ ട്രാക്ക് മാറ്റെന്ന് കേട്ടുകഴിഞ്ഞാൽ അപ്പം പോലീസരത്ത് ഇവിടെ എത്തും. പുലിശരത്തായി പോയി. ഇതിനേക്കാളും ഭീകരമായിട്ടൊരു സർപ്രൈസ് നമ്മളെ കാത്തിരിക്കും. പിന്നല്ലാണ്ട് വീണ്ടും ഒരു പുലി രൂപത്തിൽ. രൂപത്തിൽ. Tell me how. മാന്ത പുലിയ. അപ്പൊ എന്തായാലും ഗ്രാൻഡ് ഫിനാലെ നമ്മള് തകർക്കും. ഓണവും നമ്മള് തകർക്കും. അതെ, അതിനു മുന്നേ ഈ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേര്. ഓക്കെ, അപ്പൊ എന്തായാലും ഓണമൊക്കെ ആയ സ്ഥിതിക്ക് പാട്ടിന്റെ ഷോയും കൂടെ ആണല്ലോ. ഇഷ്ടപ്പെട്ട ഓണപ്പാട്ട് ഏതാണ്? പ്രണതോസ്മി. ചിലവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആരെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് മാത്രമേ. അത് ഷാനിക്ക് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ഷാനിക്കയുടെ ഓണപ്പാട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ആ പാട്ട് തന്നെ ആവാം. ആയിക്കോളൂ. ശരി, ഓക്കെ. മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മല